ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വ്യാജ ഡോക്ടർ ചികിത്സിച്ച് രോഗി മരിച്ച സംഭവത്തിൽ മരിച്ച കോഴിക്കോട് പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിന്റെ മകൻ ഡോക്ടർ അശ്വിൻ വിനോദ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി റിയാസ് KMR കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എന്തായാലും നമ്മൾ ഇന്നലെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ്. വ്യാജ ഡോക്ടർ ചികിത്സിച്ച് രോഗി മരിച്ചു എന്നുള്ളത്. അത് കോഴിക്കോട് പൂച്ചേരിക്കുന്ന് സ്വദേശിയായിട്ടുള്ള വിനോദ് കുമാർ ആയിരുന്നു. ആ വിനോദ് കുമാറിന്റെ മകനും ഡോക്ടറുമായ അശ്വിൻ വിനോദ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. അശ്വിൻ, എങ്ങനെയാണ് അത് വ്യാജ ഡോക്ടറാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? അച്ഛൻ്റെ മരണശേഷം നിങ്ങൾ നടത്തിയൊരു പരിശോധന കൂടിയായിരുന്നു. അപ്പോൾ 23-ാം തീയതി പുലർച്ചയ്ക്കാണ് അച്ഛനിത് സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ആ സമയത്ത് ചണ്ഡീഗഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ DM ഹെപ്പറ്റോളജി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പുറപ്പെട്ട് രാത്രിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. പിറ്റേ ദിവസം കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തിന് ശേഷം വീട്ടിൽ വന്ന അച്ഛൻ്റെ ഒരു റിലേറ്റീവിന് ഷുഗർ കുറഞ്ഞു പോയിട്ട് ഞങ്ങളിങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതേ ആശുപത്രിയിലേക്ക് തന്നെ പോയി, TMHലേക്ക്. വളരെ അടുത്തായ കാരണമാണ് അവിടേക്ക് തന്നെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വൈഫും ഉണ്ടായിരുന്നു. അവളും ഡോക്ടറാണ്. അപ്പോൾ അവളാണ് കണ്ടുപിടിച്ചത്. ഈ അബു എബ്രഹാം ലൂക്ക് എന്ന് പറഞ്ഞ ആളുടെ പേര് അവിടെ പുറത്ത് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരുടെ പേരിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അബു എബ്രഹാം ലൂക്ക് എന്ന്. പിന്നെ ഇവൾ കോളേജിലേക്ക് വിളിച്ച എല്ലാവരും ചെയ്തു. അവളുടെ ഈ സീനിയേഴ്സൊക്കെ ആയിട്ട് ചോദിച്ചു ഇദ്ദേഹം പാസ്സായോ ഇല്ലയോ. അവിടുത്തെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോഴും ഇദ്ദേഹം പാസ്സായിട്ടില്ല, സെക്കൻഡ് ഇയർ പാസ്സായിട്ടില്ല. KMCT മുക്കത്താണ് പഠിച്ചത്. അവിടെ 2011 MBBS ജോയിൻ ചെയ്തതാണ് ഈ അബു എബ്രഹാം ലൂക്ക്. അപ്പോൾ ഇതുവരെ 13 കൊല്ലമായിട്ട് അദ്ദേഹം സെക്കൻഡ് ഇയർ ക്ലിയർ ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഇദ്ദേഹം ഇത്തരത്തിൽ മറ്റെവിടെയെങ്കിലും വർക്ക് ചെയ്തതായി സൂചനകളുണ്ടോ? കഴിഞ്ഞ കുറേ വർഷമായി ഇദ്ദേഹം MBBS ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ 4-5 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം അവിടുന്ന് നമ്മളെ മാനേജ്മെൻറ്റ് വിളിച്ചിരുന്നു പിറ്റേ ദിവസം. ഈ പോലീസ് അന്വേഷണമൊക്കെ തുടങ്ങിയതിന് ശേഷം ഇത് കോംപ്രമൈസ് ആക്കണം, പ്ലീസ് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ പറയുണ്ടായി ഇദ്ദേഹം ഇതിനു മുന്നേ വേറെ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് തന്നെ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. എക്സാക്റ്റ് കോയാസിൻ്റെ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും പരിശോധിച്ചില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ട ചുമതല ശരിക്കും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ അടുത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച വന്നത്. ഒരു രോഗിയെ കൊണ്ടിട്ട് ആ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പോകുന്ന ഒരു റിലേറ്റീവിൻ്റെ ചുമതലയല്ല ഇത് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാനൊരു ഡോക്ടർ, എൻ്റെ ഭാര്യ KMCT പഠിച്ചൊരു ഡോക്ടർ, അങ്ങനെയൊക്കെയോ ആയ കാരണം മാത്രം പിടിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ എത്രയോ കാലം ഇനിയും ഇത് മുന്നോട്ട് പോയേനെ. ഇത് ഈ ഒരു TMH ആശുപത്രിയുടെ മാത്രം കഥയല്ല. പല ഹോസ്പിറ്റലുണ്ട് കേരളത്തിലുടനീളം. ഇതുപോലെ MBBS സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, BAMS ഹോമിയോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനെ തുച്ഛം പൈസ കൊടുത്ത് രാത്രിക്ക് ഡ്യൂട്ടിക്ക് നിർത്തുന്ന. അപ്പോൾ ആ ഒരു പ്രവണത നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതുപോലെ എൻ്റെ അച്ഛനെ പറ്റിയ ആ ഒരു അവസ്ഥ വേറെ ആർക്കും വരാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഡോക്ടറാണ് അശ്വിൻ വിനോദ്, ഭാര്യ ഡോക്ടറാണ്. സ്വാഭാവികമായ ഒരു ഡോക്ടർ ദമ്പതികളുടെ ഭാഗത്ത് നിന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനൊരു ഗുരുതരമായ ഒരു വീഴ്ച നമ്മൾ കണ്ടെത്തുന്നത്. അശ്വിൻ ഇപ്പോൾ പറയുകയുണ്ടായി കേരളത്തിലെ പല ആശുപത്രികളും എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഏറെ വൈദഗ്ധ്യം വേണ്ട ഒരു തൊഴിലും കൂടിയാണ് ഡോക്ടർ എന്ന് പറയുന്നത്. മറ്റ് തൊഴിൽ മേഖലകളെ അപേക്ഷിച്ച് കുറച്ചു ജാഗ്രതയും ഗൗരവവും ഉള്ള തൊഴിൽ മേഖലയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ അങ്ങനെ ആശുപത്രികൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എമർജൻസി ആയിട്ട് രാത്രി ഏതെങ്കിലും ആശുപത്രി പോകുന്ന വെച്ചാൽ അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് രാത്രി പോകുന്നത്. ഇത്തിരിയെങ്കിലും കാത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ രാവിലെ ആരെങ്കിലും പോവുള്ളൂ. അപ്പോൾ അത്രയും ഒരു ടൈമിൽ, അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഏരിയയിൽ നിൽക്കുന്ന ആൾക്കൊരു മിനിമം ഒരു MBBS ക്വാളിഫിക്കേഷൻ വേണ്ടതാണ്. ആ ഒരു വിശ്വാസത്തിലാണ് രോഗികൾ പോകുന്നത്. ആരും അവിടെ പോയിട്ട് ചോദിക്കില്ല ഡോക്ടറെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ടോ, MBBS കഴിഞ്ഞതാണോ എന്ന് ആരും ചോദിക്കില്ല. അവരവിടെ പറയുന്ന എല്ലാ ടെസ്റ്റും ചെയ്യുക, എല്ലാ മരുന്നും കൊടുക്കുക, അവർ പറയണ പോലെ എല്ലാം ചെയ്യുക. ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് രോഗികൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ട്രസ്റ്റാണ് ഇവിടെ ഇതായേക്കണത്, ബ്രീച്ച് ആയേക്കണത്. അനുപ്രിയ, വളരെയധികം ഗൗരവകരമായൊരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഡോക്ടർ അശ്വിൻ വിനോദിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ MBBS പാസ്സാകാത്ത, MBBS 2 വർഷമോ അല്ലെങ്കിൽ കൃത്യമായി പൂർത്തീകരിക്കും
ആളുകളെ ഡോക്ടർമാരായി പല ആശുപത്രികളും നിയമിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏറെ വൈദഗ്ധ്യം വേണ്ട, ജാഗ്രത വേണ്ട, ശ്രദ്ധ വേണ്ട ഒരു തൊഴിലാണ് ഡോക്ടർ എന്ന് പറയുന്നത്, വൈദ്യശാസ്ത്ര രംഗം എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ ഒരു നിയമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവമേറിയ കാര്യമാണ്. നമ്മൾ സമീപകാലത്തായി നിരവധി ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ ഈ കോഴിക്കോട് നിന്ന് തന്നെ നമ്മൾ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ചികിത്സാ പിഴവുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ അക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട കാര്യം IMA അടക്കമുള്ള സംഘടനകൾക്ക് ആരോഗ്യവകുപ്പിനുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ അന്വേഷണം കൂടി അനിവാര്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഡോക്ടർ അശ്വിൻ വിനോദിന്റെ വെളിപ്പെടുത്തൽ മാറുന്നത്. അനുപ്രിയ, തീർച്ചയായും ഇത്തരം വിഷയത്തിൽ ഗുരുതരമായ പിഴവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, വ്യാജ ഡോക്ടർ എന്ന പേരിലാണ് ഇപ്പോൾ ചികിത്സ നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം തീർച്ചയായും വേണം. വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്.